തച്ചന്റെ മകൾ. പശ്ചാത്തലം: കൊട്ടിയൂർ യാഗോത്സവം നാടെങ്ങും കൊണ്ടാടി. ദക്ഷയാഗം മനസ്സിൽ മുടിചൂടിയാടിയപ്പോൾ സതിയുടെ ഹൃദയത്തിലേക്ക് മനസ്സ് അനുസരണയില്ലാതെ വെമ്പലോടെ എത്തിനോക്കാൻ തുടങ്ങി. സ്വാഭിമാനിനിയായ ഏതൊരു നാരീരത്നവും അകപ്പെട്ടു പോകാവുന്ന സന്ദിഗ്ധതയിൽ വിറപൂണ്ട് സതിയും. ഹിമമണിഞ്ഞവളായിട്ടും ഉൾച്ചൂടിനാൽ വിയർത്തു വിവശയായ പ്രജാപതിപുത്രി അതാ കൈലാസശിഖരത്തിൽ താഴ്വരയിലേക്കു കണ്ണട്ടിരിക്കുന്നു. കേൾക്കൂ, തച്ചന്റെ മകൾ. തച്ചന്റെ മകൾ. പോകണമെനിക്കുമിന്ന് ദക്ഷയാഗത്തിന്. കാത്തിരുന്നു ഇന്നും പുലരുവോളം. സൂര്യൻ ശൈലമുടിയിൽ തൊട്ട നേരം ഗംഗയുടെ ആഴങ്ങളിലെ തിരയടിയൊച്ചയാൽ ശിവശങ്കരൻ ഉണർന്നു. അപ്പോഴും ഒരുപോലെ കണ്ണടയ്ക്കാനാവാതെ നാരദരുടെ വീണാനാദത്തിനായി ദാക്ഷായണി കാതോർത്തിരിക്കുന്നു. പോകണമെനിക്കുമിന്ന് ദക്ഷയാഗത്തിന്. അല്ലെങ്കിൽ അച്ഛൻ്റെയൊരു ക്ഷണപത്രം എന്തിനായി എനിക്ക്? പാതിമേയ് പകുത്തെടുത്ത പരമേശ്വഭക്തിക്കു മുൻപിൽ പിതൃഭക്തി പരീക്ഷിക്കയാവും അച്ഛൻ. തോൽക്കില്ല എന്നച്ഛൻ. ഞാൻ ആ തച്ചന്റെ മകളല്ലയോ? ആയതിനാൽ പോകണമെനിക്കുമിന്ന് ദക്ഷയാഗത്തിന്. ഉറപ്പില്ല തിരികെ വരുമെന്ന്. അതിനാൽ ശൂന്യമാകും ഈ ഇടം പാതി മെയ്യെന്നതോർക്കെ ശിവശങ്കര ശിരസിലൊരു തിര വീണ്ടും ആർത്തലച്ചു. ഉറപ്പില്ല സ്വീകരിക്കുമെന്നതിനും അവിടമൻ പഴം വീടു മാത്രമല്ലോ. സ്വീകരണത്തിനും തിരസ്കരണത്തിനും ഇടയിലൊരു നൂൽപ്പുഴ ദൂരം മാത്രം. മംഗല്യസൂത്രം ചാർത്തിയ നേർത്തൊരു നൂൽപ്പുഴ. പെണ്ണല്ലയോ? മംഗല്യസൂത്രം ചാർത്തിയ നേർത്തൊരു നൂൽപ്പുഴ. പെണ്ണല്ലയോ?